ഓച്ചിറ വൃശ്ചിക മഹോത്സവത്തിന്റെ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് എത്തിയതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നവംബർ 16 മുതൽ 27 വരെയാണ് 12 വിളക്ക് മഹോത്സവം നടക്കുന്നത്. 16-ന് ഉച്ചകഴിഞ്ഞ് 3-ന് ഹൈക്കോടതി ജസ്റ്റിസ് വി.ജി. അരുൺ വൃശ്ചികോത്സവം ഉദ്ഘാടനം ചെയ്യും. വരുന്ന 16-ാം തീയതി ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജഡ്ജി നമ്മുടെ വി.ജി. അരുൺ ഉദ്ഘാടനം ചെയ്യുന്നതോടുകൂടി ആരംഭിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഔദ്യോഗികമായി ഇവിടെ വിളിച്ചുകൂട്ടിയത്. നമ്മുടെ പരിപാടികളൊക്കെ അടങ്ങുന്ന നോട്ടീസ് ഇന്ന് നിങ്ങളുടെ എല്ലാവരും പ്രകാശനം ചെയ്തു. അത് കുട്ടിക്കാണും. നമ്മുടെ നാട്ടിലെ എല്ലാ മേഖലകളിലും ഉൾപ്പെട്ട ജനങ്ങളെ പ്രതിനിധീകരിക്കുന്ന, രാഷ്ട്രീയ കക്ഷികളെ പ്രതിനിധീകരിക്കുന്ന, സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രവർത്തകന്മാരെ ഉൾക്കൊള്ളുന്ന ഒരു വലിയ പരിപാടിയാണ് അടുത്ത 12 ദിവസങ്ങൾ നടക്കാൻ പോകുന്നത്. മുൻകാലങ്ങളിൽ നടന്നിട്ടുള്ളതുപോലെ ക്ഷേത്ര ആചാരങ്ങൾ മാത്രം ഈ ഭജനം പാർക്കുകൾ മുൻകാലങ്ങളിൽ ആവശ്യമായുള്ള കുടിലുകൾ ഇല്ല എന്നുള്ള പരിവേദനം ഒരിക്കൽ പോലും ഇല്ലാതിരുന്നിട്ടില്ല. അങ്ങനെ ഒരു പരാതിയില്ല. ഇനിയും കുടിലുകൾ ആവശ്യമുള്ളവർക്ക് കൊടുക്കാം. അതിനുള്ള സാങ്കേതിക സഹായങ്ങളൊക്കെ ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. സി.ആർ. മഹേഷ് എം.എൽ.എ. അധ്യക്ഷത വഹിക്കും. രാവിലെ പ്രസിഡന്റ് ജി. സത്യൻ തോട്ടത്തിൽ പതാക ഉയർത്തും. സെക്രട്ടറി അഡ്വക്കേറ്റ് കെ. ഗോപിനാഥൻ 12 വിളക്ക് മഹോത്സവ തീർത്ഥാടന സന്ദേശം അറിയിക്കും. 27-ന് സമാപന സമ്മേളനം രമേശ് ചെന്നിത്തല എം.എൽ.എ. ഉദ്ഘാടനം ചെയ്യും. എല്ലാ ദിവസവും നടക്കുന്ന വിവിധ സമ്മേളനങ്ങളിൽ മന്ത്രിമാരായ കെ. എൻ. ബാലഗോപാൽ, പി. രാജീവ, വി. എൻ. വാസവൻ, പി. പ്രസാദ, കെ. സി. വേണുഗോപാൽ എം.പി, അഡ്വക്കേറ്റ് മാത്യു കുഴൽനാടൻ എം.എൽ.എ., അഡ്വക്കേറ്റ് ജെബി മേത്തർ, കുമ്മനം രാജശേഖരൻ, സംവിധായകൻ വിനയൻ തുടങ്ങിയവർ പങ്കെടുക്കും. ക്ഷേത്രത്തിൽ ഭജനം പാർക്കുന്നതിനായി 600 കുടിലുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ചു. ഓങ്കാരം, സത്രം, ഗസ്റ്റ് ഹൌസ്, ഓഡിറ്റോറിയം, ആൽത്തറകൾ എന്നിവിടങ്ങളിലായി 10,000-ഓളം പേർക്ക് ഭജനം പാർക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. ടോയ്ലറ്റ് ബ്ലോക്കുകളും നവീകരിച്ചു. വിവിധ വകുപ്പുകളുടെ ഏകോപനത്തോടെയാണ് 12 വിളക്ക് മഹോത്സവത്തിന്റെ ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നത്. എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും പോലീസും നടത്തിവരുന്നുണ്ട്. വിവിധ സംഘടനകളുടെ പവലിയനുകൾ, പ്രദർശനങ്ങൾ, വാണിജ്യ സ്റ്റാളുകൾ, കാർണിവൽ എന്നിവയും പടനിലത്തുണ്ടാകും. പരബ്രഹ്മ പുരസ്കാരത്തിനായുള്ള നാടക മത്സരം, കഥകളി, ഓട്ടംതുള്ളൽ തുടങ്ങി ക്ഷേത്രകലകൾ ഓഡിറ്റോറിയത്തിൽ അരങ്ങേറും. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ.